നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ നടന്നു വന്നിരുന്ന 15ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം പി ടി തോമസ് എം പി ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കോട്ടത്തല മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന തൊടുപുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ CS ഡേവിഡിന് യാത്രയയപ്പ് നൽകി. പി ടി തോമസ് MP ഉദ്ഘാടനം ചെയ്തു. പണിമുടക്ക് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. ആധാരം എഴുത്ത് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതി നടപ്പിലാക്കുന്ന കരുനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവന്റെ ശ്രീകോവിൽ ശിലാസ്ഥാപന കർമ്മം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ നിർവഹിച്ചു. മന്ത്രി KM മാണിയുടെ 80ാം ജന്മദിനം ആഘോഷിച്ചു. സ്പീക്കർ G കാർത്തികേയൻ ഉപഹാരം നൽകി. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ നടന്നു വന്നിരുന്ന 15ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് സമാപനം കുറിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിയ നിരവധി പ്രതിഭകളാണ് വൈകല്യങ്ങളെ മറന്ന മത്സരങ്ങളിൽ മാറ്റുരച്ചത്. പി ടി തോമസ് MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 15ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കൊടിയെത്തിച്ചുള്ള മറ്റ് മത്സരത്തിന് മാറ്റുകൂട്ടിയ സമ്മാനങ്ങളും അതെല്ലാം നമ്മുടെ സംഘാടക മികവിന്റെ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഈ 15ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇന്നിവിടെ സമാപിക്കുകയാണ്. മത്സരങ്ങളിൽ നിറഞ്ഞു നിന്ന കുട്ടികളുടെ അനിതര സാധാരണമായ കലാപ്രകടനങ്ങൾ വ്യത്യസ്തങ്ങളായ ഭാവാദികളിലൂടെ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുബൈദ സെയ്ദ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സിൽക്ക് ചെയർമാൻ TM സലീം, IEDC ഡെപ്യൂട്ടി ഡയറക്ടർ R രാജൻ, GVHSS PTA പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, തൊടുപുഴ BEd സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ ജയശ്രീ, VHSC പ്രിൻസിപ്പൽ ഷാജു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എറണാകുളം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സെബനിസ BB സ്വാഗതവും ഇടുക്കി DDE അനില ജോർജ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മങ്കട പള്ളിപ്പുറം കേരള സ്കൂൾ ഓഫ് ദ ബ്ലൈൻഡ് UP കാഴ്ച വൈകല്യമുള്ളവരുടെ വിഭാഗത്തിൽ ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പങ്കെടുത്ത 8 ഇനങ്ങളിലും ഒന്നാമതെത്തിയ ഈ സ്കൂളിനാണ് കഴിഞ്ഞ 15 വർഷമായി UP വിഭാഗത്തിൽ 1ാം സ്ഥാനം. 8 കുട്ടികളുമായി 8 ഇനങ്ങളിൽ പങ്കെടുത്താണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. വെങ്ങല്ലൂർ നിസാറാണ് 7 ഇനങ്ങളിൽ ഇവരുടെ ഗുരു. നാടോടി നൃത്തത്തിൽ അധ്യാപിക രമ്യയാണ്. തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ദേശീയഗാന മത്സരത്തിൽ കോഴിക്കോട് റാമാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫ് ദ ഹാൻഡിക്രാഫ്റ്റ് 2ാം സ്ഥാനം നേടി. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ HI ഹൈസ്കൂൾ വിഭാഗത്തിൽ എറണാകുളം മുണ്ടുംവേലി ഫാദർ അഗസ്റ്റിനോ ഡിച്ചിലി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് സ്വന്തമാക്കി. ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പാത്ത് ഫൈൻഡർ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തിയ പരിപാടി DYSP ആന്റണി തോമസ് ഉദ്ഘാടനം ചെയ്തു. അസീസ് റിജു അധ്യക്ഷത വഹിച്ചു. CG ആൻഡ് AC ജില്ലാ കോർഡിനേറ്റർ ജോസഫ് കോയിക്കൽ, TD തോമസ്, മനോജ് D ബെഞ്ചമിൻ എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഡോക്ടർ അരുൺകുമാർ ക്ലാസ് നയിച്ചു. ആ
ഭാരത് പാപ്പ രാജ്യം മുകളിലും നമ്മുടെ മണ്ടോടെ രാജ്യം. ചിലി കിടക്കുന്നത് എങ്ങനെയാണ്? രണ്ട് രാജ്യത്തെയും ബന്ധിപ്പിച്ചിട്ടുകൊണ്ട് ഒരു ചെറിയൊരു വാല് പോലെ കിടക്കുന്നു. ആ രാജ്യത്തിന്റെ പേര് ഷൂവിന്റെ ലേസ് പോലെ കിടക്കുന്ന നീളമുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ചിലി. ആ ചിലിയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഏകാധിപതിയായിരുന്നുവെന്നും ഏകാധിപതിയായിരുന്ന പിനോഷയുടെ കാലം ചിലിയിലായിരുന്നു നമ്മൾ അവിടെ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇന്ത്യയെ കുറിച്ച് പറയുന്ന സമയത്ത് തെക്കേ ഇന്ത്യയിൽ കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഉത്തർപ്രദേശ് തെക്കേ ഇന്ത്യയിലോ വടക്കേ ഇന്ത്യ? അത് വടക്കേ. ഹിമാചൽ പ്രദേശോ? കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ റെസ്റ്റ് ഹൌസിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടത്തല മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ജീവനക്കാരൻ മരണമടഞ്ഞാൽ അയാളുടെ ആശ്രിതന് ജോലി ലഭിക്കുന്നതുവരെ അവസാന മാസം ശമ്പളം കൊടുക്കാൻ തയ്യാറായി. ജീവനക്കാരന്റെ കുഞ്ഞുങ്ങൾ മൈനറാണെങ്കിൽ 2 വർഷക്കാലം അവർക്ക് പൂർണ്ണ ശമ്പളം കൊടുക്കും. അതുപോലെ വളരെയേറെ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എല്ലാം അംഗീകരിക്കുകയും നിലവിലുള്ള ജീവനക്കാരെ ആരെയും ബാധിക്കാതെ നിലവിലുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് 5 വർഷ ശമ്പള പരിഷ്കരണവും തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇത് നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയും ജീവനക്കാരെയും ബോധ്യപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറി M. ഫ്രാൻസിസ്, MD അർജുനൻ, PS സെബാസ്റ്റ്യൻ, KA മാത്യു, VA അബ്ബാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശബരിമല ചൈതന്യാംശമായ ആറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന എതിരേൽപ്പിനിടയിൽ ആന ഇടഞ്ഞോടിയെന്ന പ്രചരണം ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കൊടിയത്തൂർ ശരംകുത്തി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആറക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തിനിടയിലാണ് ഗജരാജൻ കരിമ്പണൂർ കാളിദാസന്റെ കാലുകളിൽ മോട്ടോർ ബൈക്കിന്റെ പുകൽ കൊളുത്തട്ടിയത്. ഇതേ തുടർന്ന് ആന പാപ്പാന്മാരെ വിരട്ടുകയും റോഡിൽ നിന്നും ഇടവഴിയിലേക്ക് നടക്കുകയുമായിരുന്നു. രാത്രി 7 മണിയോടെ പവർക്കട്ട് സമയത്തായിരുന്നു സംഭവം. ആദ്യം തിടമ്പും പിന്നീട് പൂജാരിയെയും താഴെയിറക്കുന്നതിനും ആന പ്രതികരിച്ചില്ല. പിന്നീട് ആനയെ കൂടാതെ പൂജാരിമാർ തിടമ്പും വഹിച്ച് എതിരേൽപ്പ് പൂർത്തിയാക്കി. തുടർന്ന് വിളക്കിനെഴുന്നള്ളത്ത് നടന്നു. വിവിധ കലാപരിപാടികളോടെ ഉത്സവം സമാപിച്ചു. അനധികൃതമായി ചികിത്സാ കേന്ദ്രം നടത്തിയിരുന്ന വ്യാജ ഡോക്ടർ പിടിയിലായി. തമ്മനം അപ്പോളോ റോഡ് ആനക്കാട് വീട്ടിൽ ജോസി മാത്യുവിനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. കൊച്ചി, കട്ടപ്പന, തൊടുപുഴ, ആലപ്പുഴ എന്നിവിടങ്ങളിലെ ഏജൻസികളിലും ഇയാൾ അനധികൃത ചികിത്സ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. തൊടുപുഴയിൽ പ്രസ് ക്ലബിന് സമീപമുള്ള വാടക വീട്ടിൽ തൊടുപുഴ SI സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയെങ്കിലും അകത്ത് പ്രവേശിക്കാനായില്ല. സർവീസിൽ നിന്നും വിരമിക്കുന്ന തൊടുപുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ CS ഡേവിഡിന് യാത്രയയപ്പ് നൽകി. തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് PD തോമസ് MP ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ജീവനക്കാരനെ ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതുവേദി ആദരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ അന്നസാർ പറഞ്ഞതുപോലെ വളരെ സുപ്രധാനമായ ഒന്നാണ്. ധാരാളം ആളുകൾക്ക് നിഷേധിക്കപ്പെടുകയും ആലോചിക്കാൻ പോലും കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സൗഭാഗ്യമാണ് ഡേവിഡിന് കിട്ടിയിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഡേവിഡ് പ്രീ ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല കുന്നംകോട്ട് കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ പിന്നീട് പലപ്പോഴും ഡേവിഡുമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാനന്ന് MLA ഒക്കെ ആയിരിക്കുമ്പോഴും ആ തരത്തിലുള്ള ധാരാളം ബന്ധം. വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ കുടുംബമേള നടത്തി. ഇതോടനുബന്ധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അംഗങ്ങൾ വാഴക്കുളം ടൗണിൽ ഘോഷയാത്ര നടത്തി. തുടർന്ന് നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് MM യൂസഫ് ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം യൂണിറ്റ് പ്രസിഡന്റ് തോമസ് വർഗീസ് പെരിയക്കോടിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ജയകുമാർ ചെങ്ങമ്മനാട് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നൽ, മന്നള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൈസി ഡൊമിനിക്, KVES മേഖലാ കൺവീനർ TK മുരളീധരൻ, തോമസ് വർഗീസ് താണിക്കൽ, ബേബി തോമസ് നമ്പ്യാപ്പറമ്പിൽ, TV പീറ്റർ കൈപ്പിള്ളിൽ, തോമസ് കളപ്പുര, KG തങ്കശൻ, R അനിൽകുമാർ, S അരുൺ, PK ബിജു, ഷൈൻ ജോൺ കല്ലുങ്കൽ, വനിതാ വിംഗ് സെക്രട്ടറി MP ശൈലജ, സിജു സെബാസ്റ്റ്യൻ താണിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ആദ്യകാല കച്ചവടക്കാരെ ആദരിച്ചു. സ്നേഹവിരുന്നും മൂവാറ്റുപുഴ സ്റ്റാർലൈറ്റ് നടത്തിയ സൂപ്പർ ഹിറ്റ് ഗാനമേളയും നടന്നു. പണിമുടക്ക് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ഉത്തരവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി.
തൊടുപുഴ മുനിസിപ്പൽ മൈതാനിൽ നടന്ന ജില്ലാ ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ ഉദ്ഘാടനം ചെയ്തു. തൊട്ടടുത്ത ദിവസം ചിലപ്പോൾ പ്രകമ്പനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. പ്രകമ്പനങ്ങളൊക്കെ തിരികൊളുത്തി കൊടുത്തത് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ പറഞ്ഞു, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ലായിരുന്നു. കാരണം കേരളത്തിലെ പൊതു സാഹചര്യങ്ങൾ UDF-നെതിരായി. അപ്പൊ UDF-നെ ജയിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് നിശ്ചയമുണ്ട്, താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞില്ല. അന്ന് പറഞ്ഞെല്ലാവരോടൊക്കെ പറഞ്ഞത് ഞങ്ങൾ സമദൂരമാണ്. NSS കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ സമദൂരം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞു സുകുമാരൻ നായർ സമദൂരം. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം D. ബിനിൽ, AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് PP ജോയ്, രാജേന്ദ്ര പ്രസാദ്, AN ചന്ദ്രബാബു, VP പുരുഷോത്തമൻ, PM ഫിറോസ്, MN ശിവനുണ്ണി, TM ഹാജറ, R. ബിജുകുമാർ, TM സുബേർ, VV ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. SNC ലാവ്ലിൻ കേസിൽ ആരെങ്കിലും രക്ഷിക്കാനോ മനഃപൂർവ്വം കൊടുക്കാനോ UDF ശ്രമിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രതിപക്ഷത്തെ ഭിന്നതയിൽ സന്തോഷമില്ല, ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജിലൻസ് ആണ് അന്ന് ആ സമയത്ത് വിജിലൻസ് കേസ് ആണ് അത് കേസ് അന്വേഷിച്ചത്. വിജിലൻസ് കേസ് അന്വേഷിച്ചിട്ട് അത് സംബന്ധിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞവര് പ്രതികളൊന്നും ആയിരുന്നില്ല. അത് കോടതിയിൽ ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിരൂക്ഷമായ വിമർശനം ഗവൺമെന്റിനെതിരായിട്ട് വന്നു. ആധാരം എഴുത്തു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതി നടപ്പിലാക്കുന്ന കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണയുടെ ഭാഗമായി തൊടുപുഴ രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ആധാരം എഴുത്ത് അസോസിയേഷൻ മുൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് അറക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. 1000 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് എത്ര ഭൂമി വേണമെങ്കിലും ധനനിശ്ചയാധാരത്തിലൂടെ വിട്ടുകൊടുക്കാമെന്ന് സർക്കാർ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു. അങ്ങനെ ആ സർക്കാരിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മളുടെ അടുത്തിലേക്ക് ആധാരം എഴുതുവാൻ വന്നിരുന്ന ആളുകൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത് 1000 രൂപയുടെ മുദ്രപത്രം പോരാ, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാർക്കറ്റ് വാല്യൂവിന്റെ 1% കൂടി അടച്ചാൽ മാത്രമേ ധനനിശ്ചയാധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ പറ്റൂ എന്ന സത്യം ഈ ജനങ്ങൾ അറിയുന്നത് ആധാരം ചെയ്യാൻ വന്ന സമയത്താണ്. അതേ അവസ്ഥ തന്നെയാണ് ഈ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെയും നടക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് എവിടെയിരുന്ന് വേണമെങ്കിലും. ജില്ലാ പ്രസിഡന്റ് TM ഷംസുദ്ദീൻ, സെക്രട്ടറി KG ഷീല, NB ചന്ദ്രശേഖരൻ, NB വിജയകുമാർ, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആധാരം എഴുത്തു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതി നടപ്പിലാക്കുന്ന കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണയുടെ ഭാഗമായി കാരിക്കോട് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TM ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ യാതൊരു പരിഗണനയും കൂടാതെ പണ്ട് ചാരായ തൊഴിലാളികളെ കേരളത്തിൽ നിന്ന് പാടെ ഒഴിവാക്കിയതുപോലെ ആധാരം വെച്ച സമൂഹത്തെ ഈ മേഖലയിൽ നിന്നും തുടച്ചു നീക്കാനാണ് സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയോ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഡിപ്പാർട്ട്മെന്റ് IG ഓരോ ദിവസങ്ങളിലും ആധാരം എഴുത്തുകാർക്ക് എതിരെയുള്ള സർക്കുലറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ മുന്നാധാരങ്ങൾ മുഴുവൻ സബ് രജിസ്ട്രാർ പരിശോധിച്ച ശേഷം മാത്രമേ പുതിയൊരു ആധാരം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് IG ഉത്തരവിറക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, ഒരിക്കലും ഒരു മുന്നാധാരം പരിശോധിക്കേണ്ട ബാധ്യത ഒരു സബ് രജിസ്ട്രാർക്കുമില്ല. മുന്നാധാരം പരിശോധിക്കേണ്ട ബാധ്യതയും ആധാരം തയ്യാറാക്കേണ്ട ബാധ്യതയും രജിസ്ട്രേഷൻ ഓരോ ആധാരം എഴുത്തുകാരനും ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ലൈസൻസ് റൂളിൽ. അസോസിയേഷൻ മുൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് അറക്കൻ, CN ജനാർദ്ദന കൈമൾ, ടോമി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴയിൽ നടന്നു വന്നിരുന്ന 15ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കോട്ടത്തല മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന തൊടുപുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ CS ഡേവിഡിന് യാത്രയയപ്പ് നൽകി. PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു.
പണിമുടക്ക് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. ആധാരം എഴുത്തു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതി നടപ്പിലാക്കുന്ന കരനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവന്റെ ശ്രീകോവിൽ ശിലാസ്ഥാപന കർമ്മം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പി ഗോവിന്ദൻ നായർ നിർവഹിച്ചു. മന്ത്രി കെ എം മാണിയുടെ 80ാം ജന്മദിനം ആഘോഷിച്ചു. സ്പീക്കർ ജി കാർത്തികേയൻ ഉപഹാരം നൽകി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.